നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ആദ്യമായി അശ്വതി നക്ഷത്രം. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂല വർഷമാണ് 2025. സാഹിത്യം, കല, നൃത്തം, അഭിനയം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരുന്നു. തങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ സാമ്പത്തിക പുരോഗതി കൈവരുന്നതായി കാണാം. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ എല്ലാം തന്നെ വിജയിക്കുന്നതാണ്. ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് അനുകൂല സാധ്യതയാണ് കാണുന്നത്. പുതുഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അതിലുപരി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാനും വളരെ അനുകൂലമായ സാഹചര്യമാണ്. അവനവനോ കൂടാതെ കുടുംബത്തിലെ സഹോദര സ്ഥാനത്തുള്ളവർക്കോ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. വിവാഹം കഴിച്ചവരാണെങ്കിലോ അതുവരെ ഉണ്ടായിരുന്ന കലഹങ്ങൾക്കും മറ്റ് ദാമ്പത്യ പ്രശ്നങ്ങൾക്കും പരിപൂർണമായ പരിഹാരം ആണ് കൈവരുന്നത്. വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ, ബാങ്ക് ലോൺ എന്നിവയ്ക്കായി ശ്രമിക്കുന്നവർക്ക് താമസിയാതെ തന്നെ അതൊക്കെ ലഭിക്കുന്നതാണ്. വിദേശയാത്രയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായി കാണാം. തൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ കരഗതമാകുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഉദ്യോഗസ്ഥാനലബ്ധി, സന്താനലബ്ധി തുടങ്ങി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം തൻ്റെ കുടുംബസമേതമായുള്ള അപ്രതീക്ഷിത വിനോദയാത്രകൾ, ക്ഷേത്ര സന്ദർശനങ്ങൾ, ബന്ധുമിത്രാദി ഗൃഹ സന്ദർശനങ്ങൾ തുടങ്ങിയവ നടത്തുവാൻ സാധിക്കുന്നു. ദീർഘകാല സാമ്പത്തിക നിക്ഷേപത്തിനും സ്വർണം, വസ്തു, ഓഹരികൾ തുടങ്ങിയവയിലൂടെയുള്ള ധനസമ്പാദനത്തിനും ഉള്ള അവസരങ്ങളും ഈ വർഷം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായുള്ള വ്യക്തിനഷ്ടങ്ങളും താനുമായി വളരെ അടുപ്പമുള്ള വ്യക്തികളുടെ മരണവും വളരെയധികം മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ചേക്കാം. കൂടാതെ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന കടബാധ്യതകളും അവസരങ്ങളും കുടുംബാംഗങ്ങളുടെ അനുകൂലമല്ലാത്ത ഭാവവും ഈ വർഷത്തിൻ്റെ മധ്യം വരെ വിഷമിപ്പിക്കുമെങ്കിലും അത് കഴിഞ്ഞുണ്ടാകുന്ന മെച്ചപ്പെട്ട ചിന്താഗതിയും സാമ്പത്തിക കുടുംബരംഗങ്ങളിലുണ്ടാകുന്ന പുരോഗതിയും തുടർന്ന് ജീവിതത്തോട് വളരെയധികം ആസക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നതായാണ് മനസ്സിലാവുന്നത്. മനസ്സിൽ സന്തോഷം, കുടുംബസമാധാനം, സമ്പദ്സ്ഥിരത, സാമൂഹിക ബന്ധങ്ങളിലുള്ള
അംഗീകാരങ്ങൾ എന്നിവ അനുഭവിക്കാൻ അവസരം വരുന്നതാണ്. സഹപ്രവർത്തകരുടെ പെരുമാറ്റം മാനസിക സംഘർഷത്തിന് ഇടയാക്കുമെങ്കിലും ജോലി, ബിസിനസ് രംഗങ്ങളിൽ പുരോഗതിയും ഭദ്രതയുമാണ് കാണുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അപവാദ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ടവരുമായുള്ള ചില കലഹങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. ഇഷ്ടജന സഹവാസം, ഇഷ്ടകാര്യലബ്ധി തുടങ്ങിയവയിലൂടെ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലനാകുന്നു. ചെറിയ ഇടവിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശാശ്വതമായി ഉണ്ടാവുന്നതാണ്. എന്നാലും അകാരണമായി അനുഭവപ്പെടുന്ന മാനസിക സംഘർഷങ്ങൾ, ഭീതി ഉളവാക്കുന്ന രോഗങ്ങളെപ്പറ്റി ആശങ്കപ്പെടൽ, അലർജി രോഗങ്ങൾ എന്നിവ പിടിപെടാതിരിക്കാൻ കരുതൽ വേണം. വസ്തു വ്യവഹാര സംബന്ധമായ കാര്യങ്ങളിൽ സ്വജനങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലോ ചെറിയ തോതിലുള്ള തളർച്ച ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക രംഗം പൊതുവെ തൃപ്തികരമായി ആണ് അനുഭവപ്പെടുന്നത്. ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികളുമായി സഹകരിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നു. തങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് ഫലമുണ്ടാകുവാനായി ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് സന്തോഷ പരിസമാപ്തി ഉണ്ടാകുന്നതാണ്. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി കാണുന്നുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പൊതുവെ വളരെ അനുകൂലമായ സമയമാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്കും കല, സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര നല്ല സമയമല്ല അടുത്ത ജൂലൈ മാസം വരെ. തുടർന്നുണ്ടാകുന്ന, അതായത് ജൂലൈ മാസം കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന 1-2 വ്യക്തികളിലൂടെയുള്ള ജീവിതത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നതാണ്. അന്നു മുതൽ നിങ്ങൾക്ക് പൂർവ്വകാലങ്ങൾ സ്മരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള തിരക്കുകളും സാമ്പത്തിക നേട്ടങ്ങളും അങ്ങനെ സമസ്ത മേഖലകളിലുമുള്ള നേട്ടങ്ങളും ഗുണഫലങ്ങളും കാണുന്നുണ്ട്. കമ്പ്യൂട്ടർ, IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കണ്ടെത്തലുകളും ഗവേഷണങ്ങളും നടത്തേണ്ടതായി വരുന്നുണ്ട്. ഉന്നതരുമായുള്ള സൗഹൃദങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ്. തൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ലക്ഷ്യം കാണുന്ന മനോഭാവം വെച്ച് പുലർത്തുന്നവരാണിവർ. മഹാന്മാരുമായുള്ള ഇടപെടലുകൾ ഉയർന്ന ചിന്താഗതിയുള്ളവരാക്കി തീർക്കുന്നു. തങ്ങളുടെ നീതിയുക്തമായ സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ സ്നേഹത്തിനും ആരാധനയ്ക്കും പാത്രമാകും. പുത്രപൗത്രാദി സംരക്ഷണങ്ങൾ അനുഭവിക്കാം. തനിക്ക് കൈവരുന്ന എല്ലാ അവസരങ്ങളും ശ്രദ്ധയോടെ ഉപയോഗിച്ച് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ജനോപകാര പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിക്കുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതാണ്. ആത്മവിശ്വാസം, ഉത്സാഹം, കാര്യനിർവഹണശേഷി തുടങ്ങിയ ഗുണങ്ങളിലൂടെ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് പ്രശസ്തമായ വിജയം നേടുന്നതാണ്. വീഴ്ച മൂലമോ മറ്റോ ദേഹത്ത് ചെറിയ ക്ഷതങ്ങളോ മുറിവുകളോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ വളരെയധികം അപമാനം സ്വീകരിക്കേണ്ടതായും വരാവുന്നതാണ്. ഇതിനൊക്കെ പരിഹാരമായി തങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ 1 തവണയെങ്കിലും സന്ദർശനം നടത്തി ദീപം തെളിയിക്കേണ്ടതാണ്. ദേവീക്ഷേത്രത്തിലോ മഹാവിഷ്ണു, ശിവ, വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ പോയോ യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് നക്ഷത്ര ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഏറെ സഹായകമാകുന്നതാണ്. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവൈശ്വര്യസമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.